നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീരുമ്പോൾ നമ്മൾ മറ്റൊരു സിലിണ്ടർ ബുക്ക് ചെയ്യും. എന്നാൽ ആ സിലിണ്ടറിലെ ഗ്യാസ് എവിടെ നിന്ന് വരുന്നുവെന്നോ അതെങ്ങനെയാണ് നമ്മുടെ അടുക്കളയിൽ എത്തുന്നതെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. നിലവിൽ ഇന്ത്യ നേരിടുന്ന LPG പ്രതിസന്ധി വെറും ഒരു വിതരണ തടസ്സമല്ല, മറിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ പരിണത ഫലമാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഹോർമൂസ് കടലിടുക്ക് എന്ന ഇടുങ്ങിയ ജലപാതയിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പുകയുന്നത്. ലോകത്തിലെ LPG കയറ്റുമതിയുടെ വലിയൊരു പങ്കും സഞ്ചരിക്കുന്നത് ഈ വഴിയിലൂടെയാണ്. അവിടെ ഒരു തടസ്സമുണ്ടായാൽ അതിന്റെ ചൂട് ലോകത്തിന്റെ ഏത് കോണിലുമുള്ള അടുക്കളയിലും എത്തും. ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് അഥവാ LPG എന്നത് പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ്. വായുവിൽ അദൃശ്യവും ഭാരമില്ലാത്തതുമായ ഈ വാതകങ്ങളെ അതിശക്തമായി കംപ്രസ് ചെയ്യുമ്പോഴാണ് അവ ദ്രാവകമായി മാറുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ സിലിണ്ടറിനുള്ളിൽ ആഴ്ചകളോളം പാചകം ചെയ്യാനുള്ള ഇന്ധനം സൂക്ഷിക്കാൻ കഴിയുന്നത്. ഈ LPG യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതൊരു കൃത്രിമ നിർമ്മിതിയല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ രൂപപ്പെട്ട ഒരു അത്ഭുതമാണ്. പുരാതന സസ്യങ്ങളും സമുദ്രജീവികളും അവശിഷ്ട പാളികൾക്കിടയിൽ കുഴിച്ചിടപ്പെടുകയും കാലക്രമേണ ഭൂമിക്കടിയിലെ കടുത്ത ചൂടും മർദ്ദവും കാരണം അവ അസംസ്കൃത എണ്ണയായും പ്രകൃതിവാതകമായും മാറുകയായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന LPGയുടെ 60% ലഭിക്കുന്നത് പ്രകൃതിവാതക സംസ്കരണത്തിലൂടെയാണ്. ബാക്കി 40% എണ്ണ ശുദ്ധീകരണശാലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒരു റിഫൈനറിക്കുള്ളിൽ അസംസ്കൃത വസ്തുക്കളെ വളരെ ഉയർന്ന താപനിലയിലേക്ക് ചൂടാക്കി ഒരു വാറ്റിയെടുക്കൽ പ്രക്രിയ അഥവാ ഡിസ്റ്റിലേഷൻ വഴിയാണ് പ്രൊപ്പൈനും ബ്യൂട്ടൈനും വേർതിരിച്ചെടുക്കുക. ഇവയെ മിതമായ മർദ്ദത്തിൽ ദ്രാവക രൂപത്തിലാക്കി സിലിണ്ടറുകളിൽ നിറയ്ക്കുന്നു. അമേരിക്ക, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവരാണ് ലോകത്തിലെ പ്രധാന LPG കയറ്റുമതിക്കാർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം LPG എന്നത് ജീവവായു പോലെ പ്രധാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LPG ഉപഭോക്താക്കളിൽ ഒന്നാണ് നമ്മൾ. എന്നാൽ ഒരു വലിയ സത്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യത്തിനുള്ള LPGയുടെ വെറും 30 to 40% മാത്രമേ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യയിലെ LPG ആവശ്യകതയുടെ 87% സാധാരണക്കാരുടെ വീടുകളിലെ അടുക്കളകളിലാണ് ഉപയോഗിക്കുന്നത്. വെറും 13% മാത്രമാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി പോകുന്നത്. അതുകൊണ്ട് തന്നെ വിതരണത്തിലുണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ബാധിക്കുക രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരെയാണ്. പേർഷ്യൻ ഗൾഫിനെ തുറന്ന സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ-ഇസ്രയേൽ സംഘർഷം മൂലം തടസ്സപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് ആധാരം. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ലോകത്തിന്റെ ഊർജ്ജ പാതയാണ്. അവിടെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇന്ത്യയിലേക്കുള്ള ഇന്ധന കപ്പലുകളുടെ യാത്ര വൈകിപ്പിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കൃത്യസമയത്ത് റിഫൈനറികളിൽ എത്താതാകുമ്പോൾ അത് രാജ്യത്തുടനീളം ക്ഷാമത്തിന് കാരണമാവുന്നു. ഓരോ സംസ്ഥാനത്തെയും സജീവ LPG ശേഖരം പരിശോധിച്ചാൽ പലയിടത്തും കരുതൽ ശേഖരം കുറഞ്ഞു വരികയാണെന്ന് കാണാം. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കരുതലോടെ നീങ്ങേണ്ടതുണ്ട്. പാചകവാതകം വെറുതെ കളയാതെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കടലിനടിയിൽ നിന്ന് തുടങ്ങി കിലോമീറ്ററുകൾ താണ്ടി യുദ്ധമുഖങ്ങളെ അതിജീവിച്ച് വേണം ഓരോ സിലിണ്ടറും നിങ്ങളുടെ വീട്ടിലെത്താൻ. യുദ്ധം എന്നത് അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് ഈ LPG പ്രതിസന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഒരു കോണിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ഊൺമേശയിലെ ഭക്ഷണത്തെ പോലും ബാധിക്കാം. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ഇന്ധനത്തിനായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടതിന്റെയും ആവശ്യകതയാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നത്.